ഇത് കുറച്ച് മോഡൽ കൂടിയതാണല്ലോ. അത് ഇപ്പൊ നമ്മൾ കാണിച്ചതൊക്കെ 2004-3 ഇത് 2007 ഓക്കെ. എങ്ങനെയായിരുന്നു ഇതിന്റെ കാര്യങ്ങളൊന്ന് ഫുള്ള് ഡീറ്റെയിൽ ഒന്ന് പറഞ്ഞു കൊടുത്തത്? പുതിയ ബോഡിയും കാര്യങ്ങളാണ്. പുതിയ ബോഡിയാണ്. പാച്ച് വർക്കും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ടയറൊക്കെ അത്യാവശ്യം ഉണ്ട്. ടയർ ഉണ്ട്. മെക്കാനിക്കൽ ഭാഗം കണ്ടീഷനാണ്. അത് നോർമലായിട്ട് ഈ മോഡിഫിക്കേഷൻ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ലല്ലേ? ഈ 3 വണ്ടി സ്റ്റോക്ക് കണ്ടീഷനാണ്. സ്റ്റോക്ക് കണ്ടീഷനാണ്. ഇപ്പൊ നമ്മൾ 3 വണ്ടി ചെയ്തത് സ്റ്റോക്ക് കണ്ടീഷനാണ്. മോഡിഫിക്കേഷൻ ഒന്നും ചെയ്തില്ല. ഇനിയിപ്പോ എടുക്കുന്ന ആൾക്ക് എന്ത് വേണമെങ്കിൽ ചെയ്യാം അല്ല. 4x4 കൺവേർട്ട് ആയോ? ചെയ്യാൻ പറ്റൂല. ഓക്കെ ഓക്കെ. വീട്ടിലെ കച്ചവടം ഷോപ്പിലെ കച്ചവടം എന്നൊക്കെ പറയാലേ. കുറച്ച് വണ്ടികളേ ഉള്ളൂ കേട്ടാ. മൂപ്പര വീട് ഇതിന്റെ ബാക്കിലാണ്. മൂപ്പര ബിൽഡിംഗ് ആണ്. ഇവിടെ എന്നോടൊപ്പം ഉള്ളത് എന്താ പേര് നിങ്ങളെ? ഫസ്ലു ആണ് ഇവിടുത്തെ ഹീറോ അല്ല. മാക്സിമം എത്ര ഒരു 10 വണ്ടികൾ ഉണ്ടാവുമല്ലോ കാണിക്കാന്? കുറച്ച് വണ്ടികളേ ഉള്ളൂ. എന്നിരുന്നാലും ജീപ്പിനോട് ക്രേസ് ഉള്ളവരുണ്ടെങ്കിൽ വേഗം വന്ന് നോക്കും. 3 പീസ് ഉണ്ട് കേട്ടോ. അതും കാണാനൊക്കെ നല്ല ലുക്ക് ഉണ്ട്. ക്വാളിറ്റി ഒക്കെ എന്തുപാട്? ഗുഡ് ക്വാളിറ്റി വണ്ടികളാണ്. നല്ല ക്വാളിറ്റി വണ്ടിയാണ്. എന്തായാലും ഓരോന്നായിട്ട് നമുക്ക് പ്രേക്ഷകർക്ക് കാണിച്ചു കൊടുക്കാം. പിന്നെ അതേപോലെ തന്നെ ഒരു ബെൻസ് ഉണ്ട്. കേരള വണ്ടി അല്ലേ? അതും ഒരു ഇന്നോവ എടുക്കുന്ന പൈസ കൊടുക്കാം അല്ല. പിന്നെ ഹുണ്ടായിന്റെ ക്രെറ്റ ഉണ്ട് 2 പീസ്. കുറച്ച് വണ്ടികളേ ഉള്ളൂ. ഇനി അഥവാ നിങ്ങൾ വേറെ ഏതെങ്കിലും വണ്ടി, അതായത് ഈ പരിസരത്ത് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇത് എങ്ങനെ ലൊക്കേഷൻ വരുന്നത്? നമ്മള് വളാഞ്ചേരി വലിയ കുന്നാണ്. പട്ടാമ്പി റോഡിലാണ്. ഈ പരിസരത്തൊക്കെ ആരെങ്കിലും ഏതെങ്കിലും വണ്ടികൾ അന്വേഷിക്കുന്നുണ്ടെങ്കിൽ മൂപ്പരെ വിളിച്ചോ. മൂപ്പര അത് ഒപ്പിച്ചു തരും. പിന്നെ കറക്റ്റ് എങ്ങനെയാണ് ഇത് ലൊക്കേഷൻ പറഞ്ഞു കൊടുക്കേണ്ടത്? ഇത് വളാഞ്ചേരി വലിയ കുന്ന്, പട്ടാമ്പി റോഡ് തന്നെ അല്ലേ? വേറെ ഒന്നുമില്ല. പിന്നെ കൂടുതൽ ഡീറ്റെയിൽ അറിയാൻ വീഡിയോയിൽ നമ്പർ കൊടുക്കാം നമുക്ക് അല്ല. അതിൽ വിളിച്ചോട്ടെ. ഇവിടെ നമുക്ക് ആദ്യമായിട്ട് ജീപ്പിൽ തന്നെ കൊടുക്കല്ലേ? ജീപ്പിനായിക്കോട്ടെ. എല്ലാവർക്കും ഒരു ക്രേസി ഉള്ള സാധനം അല്ലേ ഇത്? എങ്ങനെയായിരുന്നു ഇത്? 2004 മോഡൽ ജീപ്പാണ്. 2004 വണ്ടി. എക്കണോമി എഞ്ചിനാണ് വരുന്നത്. ഓക്കെ. പിന്നെ മെക്കാനിക് ഭാഗം ഫുൾ കണ്ടീഷൻ വണ്ടി. ബോഡി പാച്ച് വർക്കും കാര്യങ്ങളൊന്നുമില്ല. പുതിയ വർക്കാണ് കാര്യങ്ങളൊക്കെ. പിന്നെ അതുപോലെ ഫ്രണ്ട് 2 ബക്കറ്റ് സീറ്റ് ആണ്. പിന്നെ ബാക്ക് സീറ്റ് ഫ്രണ്ട് സീറ്റ് ആണ്. ഇത് സാധാരണ ജീപ്പിന്റെ ഫേസ് ടു ഫേസ് അല്ല. ഇത് മറ്റേ ഫ്രണ്ടിലേക്ക് വരുന്നത്. ഫുഡ് സൈഡ് ഓപ്പൺ ആണ്. സൈഡ് ഓപ്പൺ ചെയ്യാം. സൈഡ് ഇവിടെ സൈഡ് ഓപ്പൺ ചെയ്യാം. പിന്നെ സ്റ്റിയറിംഗ് സ്മൂത്ത് ആണ്. അല്ല ബോൾ ബാരിംഗ് ചെയ്തിട്ട് അതേ കണ്ടീഷനാണല്ലോ. അതേ കണ്ടീഷൻ നല്ല സ്മൂത്ത് ഉണ്ടാവും അല്ലേ? ഓക്കെ. 2 വീലർ അല്ലേ പിന്നെ? വണ്ടിമേ വേറെ പ്രശ്നങ്ങളൊന്നും മെക്കാനിക്കൽ ഫുൾ ഫിറ്റ് ഉണ്ട്. ഗ്യാരണ്ടി ആണ് അല്ലേ? എത്രയാണ് ഇത് ആസ്ക് ചെയ്യുന്നത്? ഇത് നമ്മൾ 360 ചോദിക്കുന്നുണ്ട്. നെഗോഷ്യബിൾ ആണ്. എന്തെങ്കിലും ചെയ്ത് കൊടുക്കാം. 360 ചോദിക്കുന്നുണ്ട്. ഓക്കെ. നെഗോഷ്യബിൾ ആണ് അല്ലേ? ഓക്കെ. വീണ്ടും ഒരു ജീപ്പ് തന്നെ അല്ലെ? ഇതെങ്ങനെയായിരുന്നു കാര്യങ്ങള്? ഇത് 2003 ജീപ്പാണ്. 2003 മോഡൽ. എത്ര വരെ പേപ്പർ ഉണ്ടാവും? ഇത് 29 വരെ പേപ്പർ ഉണ്ട്. 29. 2 വീലർ ആണല്ലോ വണ്ടി. ഇത് ജീപ്പ് മേജർ അല്ലേ? ഇത് MDI ആണ്. MDI ആണ് തന്നെ. MDI എഞ്ചിനിൽ വരുന്നത്. ഓക്കെ. എന്തുപാട് വണ്ടി ക്വാളിറ്റി കാര്യങ്ങളൊക്കെ? ഗുഡ് കണ്ടീഷൻ ആണ്. പാച്ച് വർക്കും കാര്യങ്ങളും ഇല്ല. മെക്കാനിക് ഭാഗം ഫുൾ ആണ്. അതെ. ടയറും കാര്യങ്ങളുണ്ട്. ഓക്കെ. പിന്നെ നമ്മൾ ചോദിക്കുന്ന റേറ്റ് 365 ചോദിക്കുന്നത്. നെഗോഷ്യബിൾ ആണ് അല്ലേ? ഇന്റീരിയർ ഭാഗത്തൊക്കെ സീറ്റ് കാര്യങ്ങളൊക്കെ ഫുൾ കണ്ടീഷൻ ആണ്. മെക്കാനിക് ഫുൾ ഫിറ്റ് അല്ലേ? വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഫുൾ ഫിറ്റ് ആണ്. കാര്യങ്ങളുണ്ട്. ഒരു പാച്ച് വർക്ക് കാര്യങ്ങളൊന്നുമില്ല. ഒന്നുമില്ല അല്ലേ? കമ്പനി ബോഡിയാണ്. കമ്പനി ഗ്ലാസ് ആണ് വരുന്നത്. തുരുമ്പ് കാര്യങ്ങൾ അങ്ങനത്തെ ഒന്നുമില്ല. ധൈര്യമായിട്ട് കൊണ്ടുപോകാം. നമ്മൾ ഫുൾ ഗ്യാരണ്ടി ഉണ്ട്. നല്ല ഗ്യാരണ്ടിയോടെ കൊടുക്കാം അല്ല? ആവശ്യക്കാർ വന്നോട്ടെ. പിന്നെ ഡീസൽ അടിച്ച് ഓടിയാൽ മതി. അതെ. ഒന്നും ചെയ്യാനില്ല അല്ലേ? എണ്ണടിക്കാൻ ഓടാ. വീണ്ടും ഇവിടെ ഒരു ജീപ്പിനെ കാണിച്ചു കൊടുക്കാം അല്ലേ? എങ്ങനെയായിരുന്നു ഇത് മോഡൽ? 2007 ടർബോ. 2007 ടർബോ. ഓക്കെ. ഇത് കുറച്ച് മോഡൽ കൂടിയതാണല്ലോ. അത് ഇപ്പൊ നമ്മൾ കാണിച്ചതൊക്കെ 2004-3 ഇത് 2007 ആണ്. ഓക്കെ. എങ്ങനെയായിരുന്നു ഇതിന്റെ കാര്യങ്ങളൊന്ന് ഫുള്ള് ഡീറ്റെയിൽ ഒന്ന് പറഞ്ഞു കൊടുത്തത്? പുതിയ ബോഡിയും കാര്യങ്ങളാണ്. പുതിയ ബോഡിയാണ്. പാച്ച് വർക്കും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ടയറൊക്കെ അത്യാവശ്യം ഉണ്ട്. ടയർ ഉണ്ട്. മെക്കാനിക്കൽ ഭാഗം കണ്ടീഷനാണ്. അത് നോർമലായിട്ട് ഈ മോഡിഫിക്കേഷൻ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ലല്ലേ? ഈ 3 വണ്ടി സ്റ്റോക്ക് കണ്ടീഷനാണ്. സ്റ്റോക്ക് കണ്ടീഷനാണ്. ഇപ്പൊ നമ്മൾ 3 വണ്ടി ചെയ്തത് സ്റ്റോക്ക് കണ്ടീഷനാണ്. മോഡിഫിക്കേഷൻ ഒന്നും ചെയ്തിട്ടില്ല. ഇനിയിപ്പോ എടുക്കുന്ന ആൾക്ക് എന്ത് വേണമെങ്കിൽ ചെയ്യാം അല്ല. 4x4 കൺവേർട്ട് ആയോ? ചെയ്യാൻ പറ്റൂല. ഓക്കെ ഓക്കെ. ഇത് 2007 പേപ്പർ എത്ര വരെ വരുന്നത്? ഇത് 2027 ആഗസ്റ്റ് വരെ പേപ്പർ ഉണ്ടല്ലോ. ഓക്കെ. വണ്ടി നല്ല ക്വാളിറ്റി. ഗുഡ് ക്വാളിറ്റി. എത്ര കൊടുക്കുക ഇത്? ഇത് നമുക്ക് ലാസ്റ്റ് ഒരു 470 കൊടുക്കുക. നെഗോഷ്യബിൾ ആണ്. ഇവിടെ ഒരു കിണ്ണം പോലത്തെ ഒരു ക്രെറ്റ കാണിച്ചു കൊടുക്കല്ലേ? അതും ഡീസൽ വണ്ടി. എത്ര മോഡലായിരുന്നു? ഇത് 2016 വണ്ടി. ഏത് ഓപ്ഷൻ വരുന്നത്? ഇത് ഫുൾ ഓപ്ഷൻ. SX ആണ്. 2016 ഫുൾ അല്ല?
വേറെ ആക്സിഡന്റ് റീപ്ലേസ് കാര്യങ്ങള് ഒന്നുമില്ല, മേജറും ഇല്ല മൈനറും ഇല്ല അല്ല. എത്ര ഓടിയിട്ടുണ്ടോ ഏകദേശം? 1.20 ഓടിയിട്ടുണ്ട്. എത്രയാണ് ഓണർഷിപ്പ് വരുന്നത്? സെക്കൻഡ് ആണ് അല്ലെ. എത്ര ആസ്കേനെ? 6.50 ചോദിക്കുന്നുണ്ട്. അതും 2016 വണ്ടി ഫുള്ളാണ് കേട്ടോ. ആവശ്യക്കാരുണ്ടെങ്കിൽ വന്ന് നോക്കിക്കോളി. പിന്നെ 2018 ക്രെറ്റ. ഇവിടെ വീണ്ടും ഒരു ക്രെറ്റയാണ്, ഒരു ഗ്രേ കളർ വന്നിട്ടുള്ള ഒരു വണ്ടിയാണ്. ഇതെങ്ങനെയായിരുന്നു കാര്യങ്ങൾ? ഇത് 2018 മോഡല്, 18 വണ്ടി, 1.20 ഓടിയിട്ടുണ്ട്. 1.20 ഓടിയിട്ടുണ്ട്. നമ്മള് 7.25 ചോദിക്കുന്നുണ്ട് അല്ലേ. നെഗോഷ്യബിൾ ആണ്. ഇത് എത്രയാണ്? ഏതായിരുന്നു ഓപ്ഷൻ? ഇത് ഫുള്ളാണ്. ഏതൊന്ന് കറക്റ്റ് ഒന്ന് പറഞ്ഞു കൊടുത്താൽ കേട്ടോ, ഓർമ്മയില്ലെങ്കിൽ. വേറെ വണ്ടിമേ വേറെ പ്രശ്നങ്ങൾ, മേജർ ആക്സിഡന്റ്, തട്ട് കീട്ടിയും കുത്തൊന്നുമില്ല അല്ല. നല്ല കിളിക്കുഞ്ഞു പോലത്തെ വണ്ടി അല്ലേ. ഇവിടെ ഒരു ബെൻസിന്റെ ഈ ക്ലാസ് 220 അല്ലേ പിന്നെ? ഇതെങ്ങനെയായിരുന്നു? 2013 മോഡലാണ്. ഒറിജിനൽ കേരള വണ്ടി. അത് 13 വണ്ടി, 28 വരെ പേപ്പർ ഉണ്ടാവും അല്ലെ. എങ്ങനെയായിരുന്നു കാര്യങ്ങൾ ഒന്ന് പറഞ്ഞു കൊടുത്തത്? ഓട്ടം കാര്യങ്ങളൊക്കെ. 13 മോഡല്, 1.30 ഓടിയിട്ടുണ്ട്. 1.30 ഓടിയിട്ടുണ്ട്. ഇത് പ്രീമിയം പ്ലസ് ഏതാ പിന്നെ? ഈ സൺറൂഫ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഡീസൽ ഓട്ടോമാറ്റിക് അല്ലേ? ഫോർത്ത് ഓണർ അല്ലേ. 9 ലക്ഷം ചോദിക്കുന്നത്. ഓട്ടോ എത്ര ഉണ്ടാവും ഏകദേശം? 1.30. സർവീസ് ഉണ്ട് അതില്? നോക്കിട്ടൊന്ന് പറഞ്ഞു കൊടുത്തോ കേട്ടോ. വേറെ വണ്ടി വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല? മെക്കാനിക്ക് അടിപൊളി. ഓക്കെ. ഇവിടെ ഒരു ആൾട്ടോ 800 കാണിച്ചു കൊടുക്കാം. ഇതെങ്ങനെയായിരുന്നു കാര്യങ്ങള്? ഇത് ആൾട്ടോ 800 LXI ആണ് ഓപ്ഷൻ. പിന്നെ AC പവർ സ്റ്റിയറിംഗ്, 2 ഡോർ പവർ വിൻഡോ. മോഡൽ എത്രയാണ്? 15 മോഡൽ ഉണ്ട്. 85,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഓക്കെ. സെക്കൻഡ് ഓണറിൽ വണ്ടി കിടക്കുന്നത്. റീപ്ലേസ് ഒന്നുമില്ല. മെക്കാനിക്ക് വണ്ടി 100 ഒന്ന് നോക്കാനല്ലോ, കണിഞ്ഞു എടുക്കാം. എത്ര ആസ്കേനെ? നമ്മൾ ചോദിക്കുന്നത് 2.10. 2015 വണ്ടി. ഓക്കെ. 80 എത്ര ഓടിയിട്ടുള്ളൂ? 85,000 ഓടിയിട്ടുള്ളൂ അല്ലേ. വേറെ റീപ്ലേസ് ഒന്നുമില്ല. മെക്കാനിക് ഫുൾ ഫിറ്റ്. ഓക്കെ. അവ ആവശ്യക്കാർ വന്ന് നോക്കട്ടെ. വീണ്ടും ഇവിടെ ഒരു ജീപ്പിനെ കാണിച്ചു കൊടുക്കാം അല്ലേ. എങ്ങനെയായിരുന്നു ഇത് മോഡൽ? 2007 ടെർബോ. 2007 ടെർബോ. ഓക്കെ. ഇത് കുറച്ച് മോഡൽ കൂടിയതാണല്ലേ. അത് ഇപ്പൊ നമ്മൾ കാണിച്ചതൊക്കെ 2004-3 ആണ്. ഇത് 2007 ആണ്. ഓക്കെ. എങ്ങനെയായിരുന്നു ഇതിന്റെ കാര്യങ്ങളൊന്ന് ഫുള്ള് ഡീറ്റെയിൽ ഒന്ന് പറഞ്ഞു കൊടുത്തത്? പുതിയ ബോഡിയും കാര്യങ്ങളാണ്. പുതിയ ബോഡിയാണ്. പാച്ച് വർക്കും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ടയറൊക്കെ അത്യാവശ്യം ഉണ്ട്. ടയർ ഉണ്ട്. മെക്കാനിക്കൽ ഭാഗം കണ്ടീഷനാണ്. അത് നോർമൽ ആയിട്ട് ഈ മോഡിഫിക്കേഷൻ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ലല്ലേ? സ്റ്റോക്ക് കണ്ടീഷൻ ആണ്. ഇപ്പൊ നമ്മള് 3 വണ്ടി ചെയ്തത് സ്റ്റോക്ക് കണ്ടീഷൻ ആണ്. മോഡിഫിക്കേഷൻ ഒന്നും ചെയ്തിട്ടില്ല. ഇനിയിപ്പോ എടുക്കുന്ന ആൾക്ക് എന്ത് വേണമെങ്കിൽ ചെയ്യാം അല്ല. 4x4 കൺവേർട്ട് ആക്കാൻ ചെയ്യാൻ പറ്റൂല. ഓക്കെ. ഇത് 2007 പേപ്പർ എത്ര വരെ വരുന്നത്? ഇത് 2027 ആഗസ്റ്റ് വരെ പേപ്പർ ഉണ്ടല്ലോ. ഓക്കെ. വണ്ടി നല്ല ക്വാളിറ്റി. ഗുഡ് ക്വാളിറ്റി. എത്ര കൊടുക്കുക ഇത്? നമുക്ക് ലാസ്റ്റ് ഒരു 4.70 കൊടുക്കുക. നെഗോഷ്യബിൾ ആണ്.